കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നതെന്ന് അറിയില്ല. കളഭാലങ്കാരത്തിലൂടെ നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദർശനം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ ആ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് അങ്ങനെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മളിങ്ങനെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് ഇന്നലെ ഇപ്പോൾ രാത്രി ശീവേലിയുടെ സമയത്തുള്ള ശീവേലി എല്ലാ ഭാഗങ്ങളും വൈദ്യുത അലങ്കാരമായിരുന്നു. ഇന്നലെ രാത്രി 7 മണിക്കായിരുന്നു. മന്ത്രി ഗണേഷ് കുമാറും ബോർഡ് മെമ്പർ ബാലഗോപാലൻ അദ്ദേഹത്തിൻ്റെ വകയായിട്ടാണ് ആ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ശീവേലി സമയത്ത് ശരിക്കും ഭഗവാന്റെ തിടമ്പൊക്കെ ഇങ്ങനെ തെളിയും. അങ്ങനെ ഉള്ള ആ വൈദ്യുത അലങ്കാരമാണ്. അപ്പോൾ ഇനി ഭക്തർക്ക് അതും കൂടി കാണാം. ഏതായാലും ഉത്സവ സമയമായി. അപ്പോൾ ആ സമയത്ത് ഇതാവുമ്പോൾ വരുന്ന ആളുകൾക്കൊക്കെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന തരത്തിലാണ് ആ വൈദ്യുത അലങ്കാരം. അപ്പോൾ അങ്ങനെ ഇന്നലെ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് ഇനിയിപ്പോൾ ഏതായാലും തൊഴുക. അങ്ങനെ ആ വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കിടാവിളക്കൊക്കെ കണ്ട് വലതേ വശത്തെ ആദ്യത്തെ തൂണും നോക്കി കണ്ട് അങ്ങനെ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാണ്ട്, കാലിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്, ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ കുത്തിയിട്ടുണ്ട്. അപ്പോൾ കൈവളകൾ തോൾവളകളൊക്കെ കാണാണ്ട് 2 കൈയിൽ. അതേപോലെ വലത്തെ കൈയിൽ വെണ്ണുരുളയാണ്. വെണ്ണുരുളയെന്ന് വെച്ചാൽ കുറച്ച് കഴിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന ആ ഒരു ഉണ്ണിയാണ്. അപ്പോൾ അത് നല്ല രസമായിട്ട് കാണാണ്ട്. കഴുത്തിൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. തിരുനെറ്റിയിലൊരു ഗോപീതിലകം, പിന്നെ തിരുമുടിമാല 3 എണ്ണം ഉണ്ട്. വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ള അതേപോലത്തെ 3 എണ്ണം. പിന്നെ 2 ഉണ്ടമാലകൾ. അതും എങ്ങനെ വെച്ചാൽ തെച്ചിയും തുളസിയും, ഒന്ന് വനമാല പോലെയും പിന്നെ ഒന്ന് വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളൂ. അപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 3-4 ഉണ്ടമാലകൾ, തുളസിമാലകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ. നന്നായിട്ട് തൊഴുതോളൂ എന്നിട്ട്. അപ്പോൾ എല്ലാവരും തൊഴുതോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലെ കണ്ണനെയും കണ്ട് തൊഴുത് നേരെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് ഗണേശനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കാം. ഗണേശനെ ഇന്ന് അലങ്കാരത്തോടു കൂടി കണ്ടു. അങ്ങനെ എന്താ വെച്ചാൽ മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്, പിന്നെ തുളസി മാല ഉണ്ട്, വലിയൊരു കണ്ണൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ലൊരു പൊട്ട് പോലത്തെ വെച്ചിട്ടുണ്ട്, കാതിലൊക്കെ ചെവിപ്പൂക്കലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നല്ല രസമായിട്ടാണ് ഗണേശനെ ഒന്ന് കണ്ടു. കുറേ കാലത്തിന് ശേഷം ഒന്ന് കണ്ട് തൊഴുകയാണ്. അപ്പോൾ നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണാം. 2 മാലകളാണ്, തെച്ചിയും തുളസിയും കൂടെയുള്ള മാലകൾ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അവിടുന്ന് ശാന്തിക്കാരൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ അവിടുന്ന് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ ഇന്ന് നിറയെ പൂക്കളുണ്ട്. ഇന്ന് മഹാവിഷ്ണുവിന് നല്ല ജമന്തി മാല ചാർത്തിയിട്ടുണ്ട്, നല്ല കട്ടിയിൽ. പിന്നെ മുല്ലപ്പൂവ് തെച്ചിയൊക്കെ ആയിട്ട് ബ്രഹ്മാവിനുമൊക്കെ ചാർത്തിയിട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ അവിടെയും തൊഴുത് അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നമ്മളെ അനുഗ്രഹിച്ചും കൊണ്ട് നരസിംഹസ്വാമി കാണാം. അത് കഴിഞ്ഞങ്ങനെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയും ഒക്കെ കണ്ട് തൊഴുത്
അവിടുന്ന് അങ്ങനെ വരിക. കൃഷ്ണനെയും കണ്ട് കൃഷ്ണനൊരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മുരുകനെ നിറയെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ അവിടെ കുറച്ച് കുങ്കുമമൊക്കെ ഉണ്ട്. അതേപോലെ വെറ്റില മാലകളുണ്ട്. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം അങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ മേൽപ്പത്തൂരിനെയും കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങി ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അമ്മയുടെ അടുത്ത് വരുമ്പോൾ നല്ല രസമാണ്. നേരത്തെ വന്നപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ രാവിലത്തെ അലങ്കാരങ്ങളൊക്കെ മാറ്റുമായിരുന്നു. ആ ബാലസ്വരൂപമൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ നേരെ ഗോളക ഇറക്കിയാണ്. പിന്നെ നിറയെ തുളസിമാലകളുണ്ട്. താഴെ നല്ല പച്ച പട്ടുടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയെ അങ്ങനെ ഇന്നലെ അതിലും വലിയ രസമായിരുന്നു. വൈകുന്നേരം ബാലസ്വരൂപത്തിലായിരുന്നു. ഒരു കാലിങ്ങനെ കയറ്റി വെച്ചിട്ടുള്ള ആ ഒരു രൂപം നല്ല രസമായിരുന്നു ഇന്നലെ വൈകുന്നേരം. ചെറിയ ഉണ്ണിയായിട്ടുള്ള ദേവി ദേവിയായിരുന്നു. അപ്പോൾ അത് നല്ല രസമായിരുന്നു ഇന്നലെ. അത് കാണാനും പറ്റി. അപ്പോൾ ഇങ്ങനെ ഇന്നിപ്പോൾ ഇങ്ങനെയും ഒരു കാണാൻ പറ്റി. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പം മമ്മിയൂർ പോയി വരുന്ന ആ ഒരു പ്രതീതിയാവും. പിന്നെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം ശ്രീലകത്തേക്ക് നോക്കിയിട്ട്. അതിനുശേഷം കൂത്തമ്പലത്തിലും ഇപ്പോൾ ആ ഫ്ലൈ ഓവറൊക്കെ മാറ്റി ഇനിയിപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ടൊക്കെയാണ് ഫ്ലൈ ഓവർ ഇടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആർക്കും മേലെ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. നേരെ വിടുന്ന പോലെ തന്നെയാണ്. മുമ്പത്തെ കൊടിമരം പോലെ ഇപ്പോൾ ഈ സൈഡിൽ കൂടെ അങ്ങനെ നേരെ സുഖമായിട്ട് തൊഴാൻ പറ്റും. ആർക്കും ഇനിയിപ്പോൾ ചിലപ്പോൾ 2-3 മാസം അങ്ങനെ തന്നെയാവും. വൈശാഖ മാസവും ഒക്കെ വരുന്നവരെ അതങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് പ്രായമായവർക്കൊക്കെ സ്റ്റെപ്പ് കയറാതെ സുഖമായിട്ട് തൊഴാൻ പറ്റും. അങ്ങനെ ആ കൂത്തമ്പലത്തിലും കണ്ട് തൊഴുത് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുക. നിറയെ പൂക്കളുണ്ട്. മഞ്ഞപ്പട്ട് എടുത്തിട്ടുണ്ട്. നിറയെ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. ഇന്നലെ അതേമാതിരി നല്ല പാവാട പോലത്തെയൊക്കെ ഇട്ടിട്ടായിരുന്നു. ഇന്നലെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ട ദേവിയാണോ എന്ന് വിചാരിക്കണ പോലെയൊക്കെ ആയിരുന്നു ഇന്നലെ അയ്യപ്പസ്വാമി വൈകുന്നേരം. ഇന്നിപ്പോൾ അതിന് വ്യത്യാസമായിട്ട് നല്ല ചിന്മുദ്രയോട് കൂടിയിട്ട് തന്നെ ഇരിക്കുന്ന അയ്യപ്പസ്വാമിയാണ്. കളഭാലങ്കാരം അധികമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നേരെ പുറകുവശത്ത് വന്നിട്ട് പടിഞ്ഞാറ് നടയിലുള്ള ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് അന്നലക്ഷ്മി ഹാളിൻ്റെ അവിടേക്ക് എത്തുന്നതിൻ്റെ മുന്നിലുള്ള രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നെ നേരെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം. ഇനിയിപ്പോൾ പൂന്താനം തിരുമേനിയുടെ ദിനം വരികയാണ്. പൂന്താനം ദിനം അതിപ്പോൾ ഞായറാഴ്ചയാണ്. 22-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയായാലും അവിടെ വന്നത് തൊഴുത് നമ്മൾ ഭഗവതി നടയിലും അതേപോലെ ഭഗവാന്റെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് കിഴക്കേ നടയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പൊന്നുണ്ണിയെ ഒന്നുകൂടി കണ്ടു തൊഴാം. പിന്നെ തെക്കേ നടയിൽ വന്നിട്ട് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുത്തു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.